Hi dears, Assalamu alaikum. How are you? Okay, welcome to our Hindi class. In the last class, we have discussed about poem. I think all of you study well that poem. Yes, today we are going to study the rest of it. Before that, read what we learned yesterday. Yes, read with me. कहाँ है वो हिंदुस्तान. पाठ 1. कहाँ है वो हिंदुस्तान. कहाँ है वो हिंदुस्तान, मैं उसको ढूंढ रहा हूँ. मेरी आशा मेरा अरमान, वो पूरा पूरा हिंदुस्तान. लहकते बाग महकते फूल, वो मेरे खेत मेरा खलिहान, मैं उसको ढूंढ रहा हूँ. वो उर्दू गज़लें हिंदी गीत, कहीं वह प्यार कहीं वह प्रीत. पहाड़ी झरनों के संगीत, देहाती लहरा पूर्वी तान, मैं उसको ढूंढ रहा हूँ. എന്നാലും പഠിച്ചാണ്, നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. എന്നാലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. कहा है वो हिंदुस्तान, मैं उसको ढूंढ रहा हूँ. मेरी आशा मेरा अरमान, वो पूरा पूरा हिंदुस्तान. लहकते बाग महकते फूल, वो मेरे खेत मेरा खलिहान, मैं उसको ढूंढ रहा हूँ. वह उर्दू गज़लें हिंदी गीत, कहीं वो प्यार कहीं वो प्रीत. पहाड़ी झरनों के संगीत, देहाती लहरा पूर्वी तान, मैं उसको ढूंढ रहा हूँ. ഓക്കെ, പോയിട്ട് എന്താ ഉദ്ദേശിച്ചത്, എന്താ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എങ്കിൽ നമുക്ക് അടുത്ത പോയത്തിൽ അടുത്ത വരിയിലേക്ക് കിടക്കാം. Are you ready? Yes. Listen. जहाँ थे तुलसी और कबीर, जायसी जैसे पीर फकीर. जहाँ थे मोमिन गालिब मीर, जहाँ थे रहमन और रसखान, मैं उसको ढूंढ रहा हूँ. जहाँ थे तुलसी और कबीर, जायसी जैसे पीर फकीर. जहाँ थे मोमिन गालिब मीर, जहाँ थे रहमन और रसखान, मैं उसको ढूंढ रहा हूँ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജഹാം തേ തുളസി, തുളസിദാസ്, കബീർ ദാസ്, ജായസി, പീർ ഫക്കീർ, മോമിൻ, ഗാലിബ്, മീർ, റഹിമൻ, റസ്ഖാൻ, ഇതൊക്കെ കവികളുടെ പേരാണ്. പഴയകാല നല്ല കവികളുടെ പേരാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ കവി കഹത്തെ ഹേ കി ഹമാരെ യഹാം, നമ്മുടെ ഇവിടെ, അതായത് നമ്മുടെ ഭാരതത്തിലെ കബീർ ദാസ്, തുളസിദാസ് ജൈസെ മഹാൻ കവിയോं का जन्म हुआ था. നമ്മുടെ ഭാരതത്തിലാണ് കവികളായിട്ടുള്ള കബീർ ദാസും തുളസിദാസും ഒക്കെ ജന്മം കൊണ്ടത്. അവർ മാത്രമല്ല, ജായസിയെപ്പോലുള്ള മുസ്ലിം കവികളും അതുപോലെ യഹാം ജന്മ ഹുവാ ഥാ. മോമിൻ, ഗാലിബ് മീർ ഇവരെ പോലുള്ള ഉറുദു ഷായറോ കാ और ഗസൽക്കാരോ കാ ജന്മ ഹുവാ. ഇവരെ പോലുള്ള ഗസൽക്കാരും ഈ ജനിച്ചത് നമ്മുടെ പഴയ ഇന്ത്യയിൽ തന്നെയാണ്. റഹീം और റസ്ഖാൻ ബി ഹുയേ ഥേ. റഹീമും റസ്ഖാനും ഇവിടെ തന്നെയാണ് ജനിച്ചത്. കവി കഹത്തെ ഹേ കി ഹമാരെ യഹാം, നമ്മുടെ ഭാരതത്തിലെ കബീർ ദാസ്, തുളസിദാസ്, ജായസി, പീർ ഫക്കീർ, മോമിൻ, ഗാലിബ്, റസ്ഖാൻ, റഹീം മുതലായ
മഹാന്മാരായിട്ടുള്ള കവികളൊക്കെ ജന്മം കൊണ്ട നമ്മുടെ ഭാരതഭൂമിയാണിത്. ഇവിടെ ജോ മുസൽമാൻ थे और अन्य धर्म को भी मानते थे. ഇവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. എന്നാലും മറ്റ് മതങ്ങളെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും അവർ പഠിപ്പിച്ചിരുന്നു, അവർക്കറിയാമായിരുന്നു. അതായത് ഇപ്പോൾ മറ്റ് മതങ്ങളെ സ്നേഹിക്കുക, ഇസ്ലാം മതം വിശ്വസിക്കുക, അല്ലെങ്കിൽ ഏത് മതത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് മതക്കാരെയും മറ്റ് മതത്തിൽപ്പെട്ടവരെയും നമ്മൾ അംഗീകരിക്കുക. ജഹാം ഥേ തുളസി ഔർ കബീർ. ജഹാം ഥേ തുളസി, ഇവിടെ തന്നെയായിരുന്നു തുളസീദാസും കബീർദാസും. ജായ്സി ജൈസെ പീർ ഫക്കീർ. പീർ ഫക്കീർ എന്ന് വെച്ചാൽ മുസ്ലിം സെയിൻ. जहाँ ते मोमिन गालिब मीर. जहाँ ते रहीमन और रसखान. मैं उसको ढूंढ रहा हूँ. നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ വായിക്കുക പ്ലീസ്. जहाँ थे तुलसी और कबीर, जायसी जैसे पीर फकीर. जहाँ थे मोमिन गालिब मीर, जहाँ ते रहीमन और रसखान. मैं उसको ढूंढ रहा हूँ. मैं उसको ढूंढ रहा हूँ. ഇവരൊക്കെ കവികളുടെ പേരാണ് ഇതിനകത്ത് കൂടുതൽ പറയുന്നത്. തുളസീദാസ്, കബീർദാസ്, ജായസി, ഗാലിബ്, റഹിമൻ, റസ്ഖാൻ, മീർ, ഇവരെയൊക്കെ ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രത്യേകത പറഞ്ഞു. അവർ തങ്ങളുടേതായ മതങ്ങൾ വിശ്വസിച്ചിരുന്നാലും മറ്റു മതത്തെയും അവർ സ്നേഹിച്ചിരുന്നു, അവരെയും അംഗീകരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. മറ്റു മതത്തിൽപ്പെട്ടവരെയും അതുപോലെ മതത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള കവികളെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെയാണ് ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. വൺസ് മോർ read with me. जहाँ थे तुलसी और कबीर, जहाँ थे तुलसी और कबीर, जायसी जैसे पीर फकीर. जहाँ ते मोमिन गालिब मीर, जहाँ ते रहीमन और रसखान. जहाँ ते रहीमन और रसखान. मैं उसको ढूंढ रहा हूँ. मैं उसको ढूंढ रहा हूँ. okay. जहाँ ते तुलसी और कबीर, जायसी जैसे पीर फकीर. जहाँ थे मोमिन गालिब मीर, जहाँ ते रहीमन और रसखान. मैं उसको ढूंढ रहा हूँ. Okay, get it? Okay, next line. Move to the next line. वो खिलती आंख वही मुस्कान, हम गुजरे राहों की पहचान. वो दोस्ती सही धड़कन, भले रिश्तों की गहराई. मैं उसको ढूंढ रहा हूँ. वो खिलती आंख वही मुस्कान, हम गुजरे राहों की पहचान. वही दोस्ती सही धड़कन, भले रिश्तों की गहराई. मैं उसको ढूंढ रहा हूँ. कवि कहते हैं कि मुस्कुराते समय हमारे आंखें खिल जाना स्वाभाविक है. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചുണ്ട് മാത്രം ചിരിക്കില്ല, മറിച്ച് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ എന്തുണ്ടാവും? ഒരു കണ്ണുകൾ വിടരും. അത് സ്വാഭാവികമാണ്. നമ്മൾ പുഞ്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ വിടരുന്നത് സ്വാഭാവികമാണ്. मतलब यह है कि हंसने वाले के चेहरे पर निर्मल प्रेम झलकते थे. ചിരിക്കുന്നവരുടെ മുഖത്ത് എന്തുണ്ടാവും? നിർമ്മലമായ ഒരു സ്നേഹം തെളിഞ്ഞ് കാണാൻ പറ്റുന്നു. അപ്പോൾ കവി പറയുന്നത് ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്ക് ചിരിക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെയുള്ള സ്നേഹം? നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം ഉള്ളിലുള്ളവർക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിരിക്കുന്നവരുടെ കണ്ണുകളെ വിടരുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ചിരിക്കാൻ ശ്രമിക്കണം.
എപ്പോഴും ചിരിക്കുക, എല്ലാവരോടും ചിരിക്കുക. അതായത് എപ്പോഴും ആവശ്യമില്ലാതെ ചിരിക്കില്ല. ഒരു മനുഷ്യനെ കാണുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കുക. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അയൽവാസികളോടാവട്ടെ, കൂട്ടുകാരോടാവട്ടെ, ഫ്രണ്ട്സിനോടാവട്ടെ, ടീച്ചേഴ്സിനോടാവട്ടെ നല്ല രീതിയിൽ പെരുമാറുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. എപ്പോഴും ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്ക് അങ്ങനെ ഇപ്പോഴേ ശീലിച്ചാൽ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ വലുതായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിച്ചാലൊന്നും നടക്കില്ല. കുഞ്ഞുനാളിലേ അതൊക്കെ ശീലിക്കണം. ഓക്കെ. വ ഖിൽത്തി ആങ്ക്, അതാ കവി പറയുന്ന പിന്നെയും ചിരിക്കുന്ന മുഖത്ത് ആ കണ്ണുകൾക്ക് ഒരു വിടർച്ചയുണ്ടാവും. നല്ല വിടർന്നിരിക്കുന്ന കണ്ണുകളാവും ചിരിക്കുന്ന കഴിയുന്ന മുഖത്തിന് അതുണ്ടാവൂ. വ ഗുസറെ രാഹോം കി പഹ്ചാൻ, അതാണ് ഗുസറെ രാഹോം കി പഹ്ചാൻ. എന്താണ്? ഐഡൻറ്റിറ്റിയാണ് പഹ്ചാൻ. മുസ്കാൻ എന്ന സ്മൈൽ. മുസ്കാൻ മീൻസ് സ്മൈൽ, പഹ്ചാൻ ഐഡൻറ്റിറ്റി. വഹി ദോസ്തി സഹി ധടക്കൻ ഭലെ റിശ്തോം കി ഗഹരായി മേ മുസ്കോ ढूंढ रहा है. വഹി ദോസ്തി, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, സഹി ധടക്കൻ ഫ്രണ്ട്ഷിപ്പ്. ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ നല്ല ആഴമേറിയ ഫ്രണ്ട്ഷിപ്പായിരിക്കും. ഭലെ റിശ്തോം കി ഗഹരായി, അതായത് പരസ്പര സ്നേഹം. ഭലെ റിശ്ത, ബന്ധങ്ങൾ, ആഴമേറിയ ബന്ധങ്ങൾ. ഇന്ന് അതൊന്നുമില്ല. ബന്ധങ്ങൾ നിലനിർത്തുന്നതൊക്കെ വളരെ കുറവാണ്. അയൽവക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെയുള്ള ബന്ധങ്ങൾ നിലനിർത്തുക. അങ്ങനെയുള്ള ഒരു കാലം, അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, പാരൻസിന് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തി അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറിയിട്ട് ജീവിക്കുന്ന അങ്ങനെയൊരു സമൂഹത്തെയാണ് ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വഖിൽത്തി ആങ്ക് വഹി മുസ്കാൻ ഹം ഗുസറെ രാഹോം കി പഹ്ചാൻ. വഹി ദോസ്തി സഹി ധടക്കൻ ഭലെ റിശ്തോം കി ഗഹരായി മേ മുസ്കോ ढूंढ रहा हूं. അങ്ങനെയുള്ളൊരു ഭാരതത്തെ, ഇന്ത്യയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമുക്ക് ചിരിക്കാൻ കഴിയണമെങ്കിൽ വെറുതെ ഒന്നും ചിരിക്കാൻ കഴിയില്ല. മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്നും ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക്, കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്ക്, മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർക്കേ ഉള്ളറിഞ്ഞ് ചിരിക്കാൻ പറ്റുള്ളൂ. ഉള്ളറിഞ്ഞ് ചിരിക്കുമ്പോഴേ ആ കണ്ണിലും ആ പ്രകാശം ഉണ്ടാവുള്ളൂ. കണ്ണിൽ പ്രകാശം ഉണ്ടാകുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലൊരു വ്യക്തിയാണെന്ന്. അങ്ങനെ വ്യക്തിയാവണമെങ്കിൽ നിങ്ങൾ കുട്ടികളാവുമ്പോഴേ അതിന് ശ്രമിക്കുക. ആരോട് സംസാരിച്ചാലും, ആരെന്ത് ചോദിച്ചു വന്നാലും ചിരിച്ചുകൊണ്ട് മറുപടി പറയുക. പിന്നെ അയൽവാസികളുടെ ബന്ധം നിലനിർത്തുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക. ഇടയ്ക്കിടെ ഇപ്പോൾ നേരിട്ട് ചെന്ന് ബന്ധം നിലനിർത്താനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കൂടി ഫോണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇടയ്ക്കൊക്കെ, എപ്പോഴും അതിനായിട്ട് നിൽക്കരുത്. ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് എല്ലാ ബന്ധങ്ങളും നിലനിർത്തുക, ഊട്ടിയുറപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് എല്ലാം കൊണ്ടും നന്മയുണ്ടാവും. മാത്രമല്ല നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ, അവരും അതുപോലെ ആവട്ടെ. അങ്ങനെ സമൂഹം മൊത്തം നന്നാവട്ടെ. അതിന് നിങ്ങൾ കുട്ടികൾ തന്നെ ശ്രമിക്കണം. വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല. കുഞ്ഞുനാളിലുള്ള ശീലമാണ് നമുക്ക് എന്നും ഉണ്ടാവുക. കുഞ്ഞുനാളിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ ജീവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ജീവിത രീതി, അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ വലുതാകുമ്പോൾ. നമ്മൾ മാറാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. മാറാൻ ഇപ്പോൾ ഒരു ചെടി കുഴിച്ചിട്ട് നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴേ നമ്മളത് എറിയുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ ചെടി വലുതായി വന്ന് വളരെ വലുതായി അതിന് കൊമ്പുകളും ശിഖരങ്ങളൊക്കെ വന്നു പിന്നെ അത് വെട്ടിമാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയാണ് നമ്മൾ കുട്ടികളിലുള്ള ശീലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ചീത്തയാണെങ്കിൽ ആ കുഞ്ഞുനാളിലെ എന്ത് ചെയ്യാം, എടുത്ത് ഉപേക്ഷിച്ച് കളയുക. നല്ലതാണെങ്കിൽ വളർത്തിക്കൊണ്ട് വരിക. അപ്പം വലുതാവുമ്പോൾ നമുക്ക് അതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല കുട്ടികളാവാം, നല്ല മനുഷ്യരാവാം. നാളത്തെ ഇന്നത്തെ നമ്മുടെ ഈ ഭൂമിയുടെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ ഭാവിയിൽ ഓരോരുത്തർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക. കളങ്കമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കരുത് സ്നേഹത്തിന് പകരമായിട്ട്. അവനത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കാതെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മുഖത്തും കണ്ണിലും എല്ലാം ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം മറ്റുള്ളവരിലും ഒരു പ്രകാശം
വ്യാപിക്കാൻ സഹായിക്കും. അത് കണ്ട് എല്ലാവരും നല്ലത് ചെയ്യും. അങ്ങനെ സമൂഹം മൊത്തം നന്നാവും. ശ്രദ്ധിക്കുക. വഹ് ഖിൽത്തി ആങ്ക് വഹി മുസ്കാൻ ഹം ഗുസരെ രാഹോं की पहचान सही दोस्ती सही धड़कन भले रिश्तों की गहराई मैं मुझको ढूंढ रहा हूँ. Once more. वह गिलती आंग वही मुस्कान हम गुजरे गुजरे राहों की पहचान वही दोस्ती सही धड़कन भले रिश्तों की गहराई मैं उसको ढूंढ रहा हूँ. Read with me once. वह खिलती आंग वही मुस्कान हम गुजरे राहों की पहचान वही दोस्ती सही धड़कन भले रिश्तों की गहराई मैं मुझको ढूंढ रहा हूँ. Okay, get it? Yes, move to next line. वह भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि वो जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ कहा है वो हिंदुस्तान. वो भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि वो जिस मुद्रा में ऐसी छवि मैं मुझको ढूंढ रहा हूँ कहा है वो हिंदुस्तान. Listen. वो भूखा 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 हंग्री शायर प्यासा कवि शायर poet प्यासा कवि प्यासा thirsty कवि means poet. सिसकता चांद सुलगता रवि सिसकता to weep വിങ്ങിപ്പുട്ട് चांद सुलगता रवि to being to burn സുലഗത്താ രവി കത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ജ്വലിക്കാൻ. വഹ് ജിസ് മുദ്രാ മേ ഏസി ഛവി വഹ് ജിസ് മുദ്രാ മേ ഏസി ഛവി ब्यूटी मुद्रा साइन मैं उसको ढूंढ रहा हूँ मैं उसका ढूंढ रहा हूँ कहा है वो हिंदुस्तान. वो भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि वो जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ कहा है वो हिंदुस्तान. ഇത് പോയത്തിൻ്റെ ലാസ്റ്റ് വരികളാണ്. वो भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि वो जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ कहा है वो हिंदुस्ताൻ. വീണ്ടും വീണ്ടും എന്തിനാ വായിക്കുന്നത് വെച്ചാൽ വായിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയുണ്ടാവും. ഡൗട്ട്സ് വല്ലതും ഏതെങ്കിലും ഒരു വേർഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴേ ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ തവണ വായിക്കുന്നത്. എൻ്റെ കൂടെ വായിക്കുക. ഞാൻ വായിക്കുമ്പോൾ കൈ വെച്ചിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കരുത് കേട്ടോ. ഓക്കെ. वो भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि रवि सुलगता रवि सूर्यन रवि सन. पुराने ज़माने के शायर और कवि लोग भूख और प्यास से धड़पते हैं. പഴയ കാലത്തുള്ള കവികളും അതുപോലെ കവികൾ ഭൂഖ് और प्यास से धड़प വിശപ്പും ദാഹവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരുന്നു. എപ്രകാരമാണ് ജിസ് പ്രകാർ രാത് കോ ചാന്ദ് സിസക്കിന और दिन में सूरज सुलगता है. അതായത് സൂര്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ പോയിട്ട് വേണം സൂര്യൻ വരാൻ. അങ്ങനെ കൊതിച്ചിരിക്കുക ദാഹിച്ചിരിക്കുക. അതുപോലെ തന്നെ ചന്ദ്രനും. ഇങ്ങനെ എപ്രകാരമാണ് സൂര്യൻ കത്തിജ്വലിക്കുന്നതും അതുപോലെ ചന്ദ്രൻ സിസക്കിന ഇങ്ങനെ എന്താ പറയുക ടു വീപ്പ് വിങ്ങിപ്പൊട്ടുന്നത്. दिन में सूरज सुलगता है वैसे ही हमारे पुराने कवि और शायर लोग सिसकते और सुलगते रहे. അപ്രകാരം തന്നെയായിരുന്നു പഴയ കവികളും എന്ത് ചെയ്തിരുന്നത് സിസക്കത്തെ അവർ സുലകത്തെ അവരിങ്ങനെ കത്താൻ സൂര്യനിങ്ങനെ ജ്വലിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ചന്ദ്രൻ പോയിട്ട് വേണം എനിക്ക് വരാൻ. അങ്ങനെ ദാഹിച്ചിരിക്കുമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രൻ. അതുപോലെയായിരുന്നു പഴയ കാലത്തുള്ള കവികൾ. അവർക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ കവിതയിലൂടെ ജനങ്ങളിലേക്ക് ഓരോന്ന് എത്തിക്കാൻ നല്ല കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർക്ക് വളരെയധികം ദാഹവും വിശപ്പുമായിരുന്നു. എങ്ങനെയാ मैं उनको ढूंढ रहा हूँ
मैं पुराने ഹിന്ദുസ്ഥാൻ को ढूंढ रहा हूँ. അങ്ങനെ ഞാൻ പഴയ ഇന്ത്യയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വ ഭൂക്കാ ഷായർ, അതായത് പണ്ട് കാലങ്ങളിലെ നല്ല കവികൾ സൂര്യനെയും ചന്ദ്രനെയും പോലെയായിരുന്നു. സൂര്യൻ എന്താ ഒരു മടിയുമില്ല, ചന്ദ്രൻ പോവാൻ നിൽക്കുക വരാൻ. ചന്ദ്രനും മടിയില്ല, മടിച്ചിരിക്കുന്നില്ല. അവരും സൂര്യൻ പോവാൻ നിൽക്കുക ചന്ദ്രന് വരാൻ. അങ്ങനെ അവർ ദാഹിച്ചിരിക്കുക, കത്താൻ വേണ്ടിയിട്ട്, ജ്വലിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയായിരുന്നു പണ്ടുള്ള കവികൾ. അവരിലെ അറിവുകൾ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കവിതകളിലൂടെ, ഗസലുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ അവരിൽ മാറ്റം ഉണ്ടാക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. വ ഭൂക്കാ ഷായർ പ്യാസ കവി सिसकता चांद सुलगता रवि, वह जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ, कहा है वह ഹിന്ദുസ്ഥാൻ. അങ്ങനെ ഒരു മുദ്ര, ഇന്ന് അങ്ങനെയുള്ളൊരു ബ്യൂട്ടി, ഭംഗി ഞാൻ ഇന്നിവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ പോലുള്ള, അന്നത്തെ കവികളെ പോലുള്ള ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ കവിതയിലൂടെ, ഗസലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി, ആ ഒരു ഭംഗിയെ ഇന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ मैं पुराने हिंदुस्तान को ढूंढ रहा, പഴയ ഇന്ത്യയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വ ഭൂഖാ ഷായർ, ഭൂഖാ ഷായർ പ്യാസ കവി सिसकता चांद सुलगता रवि, वह जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ, कहा है वह हिंदुस्तान. ഓക്കെ. വിരൽ വെച്ചിട്ട് വേണം വായിക്കാൻ കേട്ടോ. वह भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि, वह जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ, कहा है वह हिंदुस्तान. वह भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि, मैं उसको ढूंढ, जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ, कहा है वह हिंदुस्तान. ഇപ്പോൾ ചാപ്റ്റർ ഈസ് ഓവർ. ഇനി ഒരു തവണ കൂടെ ഞാൻ നന്നായിട്ട് ആദ്യം മുതലൊന്ന് വായിച്ചു തരാം. വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ചാപ്റ്റർ ഞാൻ വായിക്കില്ല. ലാസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. യെസ്. പാഠ് 1 കഹാ ഹെ വ ഹിന്ദുസ്ഥാൻ. कहाँ है वो हिंदुस्तान, मैं उसको ढूंढ रहा हूँ. मेरी आशा मेरा अरमान, वो पूरा पूरा हिंदुस्तान. लहकते बाग महकते फूल, वो मेरे खेत मेरा खलिहान, मैं उसको ढूंढ रहा हूँ. वह उर्दू गज़लें, हिंदी गीत, कहीं वो प्यार कहीं वो प्रीत, पहाड़ी झरनों के संगीत, देहाती लहरा पूर्वी तान, मैं उसको ढूंढ रहा हूँ. जहाँ थे तुलसी और कबीर, जायसी जैसे पीर फकीर, जहाँ थे मोमिन गालिब मीर, जहाँ थे रहमान और रसखान, मैं उसको ढूंढ रहा हूँ. वो खिलती आंख वही मुस्कान, हम गुजरे राहों की पहचान, वही दोस्ती सही धड़कन, भले रिश्तों की गहराई, मैं उसको ढूंढ रहा हूँ. वो भूखा शायर प्यासा कवि सिसकता चांद सुलगता रवि, वह जिस मुद्रा में ऐसी छवि मैं उसको ढूंढ रहा हूँ, कहा है वो हिंदुस्तान. ഓക്കെ. എല്ലാവരും നന്നായിട്ട് വായിക്കുക, ഒരുപാട് തവണ വായിക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് വേർഡ് മീനിങ്സ് ഒന്ന് നോക്കാം. ഓൾസോ ഓപ്പൺ പേജ് നമ്പർ 81. पेज नंबर 81. ढूंढना, टू सर्च. ढूंढना, टू सर्च. अरमान, विश. अरमान, विश. लहकना, टू वेव. लहकना, टू वेव.
महकना to smell, महकना to smell. खलिहान granary, खलिहान granary. प्रीत affection, प्रीत affection. झरना stream, झरना stream. भूखा hungry, भूखा hungry. शायर poet, शायर poet. सिसकना to weep, सिसकना to weep. सुलगना to being to burn, सुलगना to being to burn. मुद्रा a sign, मुद्रा a sign. देहात village, देहात village. लहराना to wave, लहराना to wave. पूर्वीतान village song, पूर्वीतान village song. पीर a Muslim saint, पीर a Muslim saint. फ़कीर a Muslim ascetic, फ़कीर a Muslim ascetic. मुस्कान smile, मुस्कान smile. पहचान identity, पहचान identity. धड़कन throb, धड़कन throb. दोस्ती friendship, दोस्ती friendship. रिश्ता relationship, रिश्ता relationship. गहराई depth, गहराई depth. छवि beauty, छवि beauty. रवि sun, रवि sun. ടോട്ടൽ 25 വേർഡ് ആൻഡ് മീനിങ്സ്. ഇത് നല്ല വൃത്തിക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ചാപ്റ്ററിൻ്റെ പേരും നമ്പറും എഴുതിയിട്ട് അതിന് ശേഷം താഴെയായിട്ട് നല്ല വൃത്തിക്ക് വേർഡും അതിൻ്റെ മീനിങ്ങും എഴുതുക. എക്സാമിന് വരും, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.